വെൽക്കം ടു മെൻഡസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ്. ടോപ്പിക് OPAMP. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കോമൺ മോഡ് ഗെയിൻ ഈസ് ഓപ്ഷൻ എ വെരി ഹൈ, ഓപ്ഷൻ ബി വെരി ലോ, ഓപ്ഷൻ സി ഓൾവേസ് യൂണിറ്റി, ഓപ്ഷൻ ഡി അൺപ്രെഡിക്റ്റബിൾ. നമ്മൾ കോമൺ മോഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കോമൺ മോഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഇൻപുട്ടിനും കോമൺ ആക്കിയിട്ട് ഒരു സിഗ്നൽ കൊടുക്കുക. അതാണ് കോമൺ മോഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ രണ്ട് ഇൻപുട്ടും ഒരേ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? കാരണം രണ്ട് ഇൻപുട്ട് എന്താണ്? സെയിം ആണ്. സെയിം ആവുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ കോമൺ മോഡിലെ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗെയിൻ ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഇൻ അല്ലേ? ഔട്ട് എന്ന് പറയുന്നത് 0 ആയിപ്പോയി. 0 ആയി കഴിഞ്ഞാൽ 0 ഡിവൈഡഡ് ബൈ എനി നമ്പർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് 0 ആണ് ഇൻ ഐഡിയൽ കേസ്. ഇത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ കോമൺ മോഡ് ഗെയിൻ ഈസ് എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഐഡിയൽ കേസ് അല്ല, പ്രാക്ടിക്കൽ കേസിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി വെരി ലോ ആണ്. കാരണം 0നോട് അടുത്തുള്ളത് വെരി ലോ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, when a differential amplifier is operated in single ended, option A the output is grounded, option B one input is grounded and the signal is applied to the other, option C both inputs are connected together, option D the output is not inverted. നമ്മൾ ഓപ്പാമ്പിൻ്റെ കണക്ഷൻസ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ കണക്ഷൻസ് ടോട്ടൽ 4 രീതിയിലാണ് പറയാം. ഇൻപുട്ട് കൊടുക്കുന്നതും ഔട്ട്പുട്ട് എടുക്കുന്ന രീതിയിലും. ഇൻപുട്ട് കൊടുക്കുന്നത്, രണ്ട് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഡുവൽ ഇൻപുട്ട് എന്ന് പറയും. ഓക്കെ, ഇനി ഒരു ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് സിംഗിൾ ഇൻപുട്ട് എന്ന് പറയും. കാരണം ഒരു ഇൻപുട്ട് കൊടുക്കുക, മറ്റേത് എന്താക്കുക, മറ്റേ ഇൻപുട്ട് ഗ്രൗണ്ട് കണക്ട് ചെയ്യാം. ഇനി ഔട്ട്പുട്ട് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ബാലൻസ്ഡ് ഔട്ട്പുട്ട്, രണ്ട് കളക്ടറിൽ നിന്നാണ് ഔട്ട് എടുക്കുന്നതെങ്കിൽ ബാലൻസ്ഡ് ഔട്ട്പുട്ട് പറയും. ഒരു കളക്ടറിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഒരു കളക്ടറും ഗ്രൗണ്ടും ആണെങ്കിൽ അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയും. ഇങ്ങനെ ഇപ്പോൾ ഡുവൽ ഇൻപുട്ട്, സിംഗിൾ ഇൻപുട്ട്, ബാലൻസ്ഡ് ഔട്ട്പുട്ട്, അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. ഈ ഡുവൽ ഇൻപുട്ടിനെ തന്നെ നമ്മൾ പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഇൻപുട്ട്. ഡിഫറൻഷ്യൽ ഇൻപുട്ട് എന്ന് പറയും. ഈ സിംഗിൾ ഇൻപുട്ടിനെ നമ്മൾ പറയുന്ന വേറെ പേരാണ് സിംഗിൾ എൻഡഡ് എന്ന് പറയും. സിംഗിൾ എൻഡഡ്. അപ്പോൾ സിംഗിൾ എൻഡഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻപുട്ടും ആവാം, സിംഗിൾ ഔട്ട്പുട്ടും ആവാം. നമ്മോട് എന്താ ചോദിച്ചിട്ടുള്ളത്? വെൻ എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഈസ് ഓപ്പറേറ്റഡ് ഇൻ സിംഗിൾ എൻഡഡ് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ നോക്കിക്കേ, ദ ഔട്ട്പുട്ട് ഈസ് ഗ്രൗണ്ടഡ്. ഔട്ട്പുട്ട് ഗ്രൗണ്ടഡ് ആണോ? അല്ല. സിംഗിൾ എൻഡഡിൽ ഔട്ട്പുട്ട് ഗ്രൗണ്ടഡ് അല്ല. ഓപ്ഷൻ ബി വൺ ഇൻപുട്ട് ഈസ് ഗ്രൗണ്ടഡ് ആൻഡ് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ദി അതർ അല്ലേ? സിംഗിൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കും, മറ്റേത് നമ്മൾ എന്താക്കും? ഗ്രൗണ്ട് ആക്കി മാറ്റും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ADM ഈക്വൽ ടു 3500 ആൻഡ് ACM ഈക്വൽ ടു 0.35 ദ CMRR ഈസ്. CMRR കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. CMRRന്റെ ഇക്വേഷൻ എന്താ? ADM ബൈ ACM, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ. ADM നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 3500. ACM എന്ന് പറയുന്നത് 0.35 ആണ്. ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് 10,000 കിട്ടും. ഓക്കെ, ഇപ്പോൾ 10,000 ഉണ്ടോ നോക്കിക്കേ. ഓപ്ഷൻ ബി 10,000 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ 10,000 കിട്ടുമ്പോൾ നമ്മൾ ഇതാണ് റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓപ്ഷൻ ബി കുത്തും. പക്ഷെ നോക്കിക്കേ, അവിടെ ഒരു ഓപ്ഷനിൽ ഓപ്ഷൻ സി 80 dB തന്നിട്ടുണ്ട് അല്ലേ? DBയിലുള്ള ഒരു കണക്കും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നേരെ എന്ത് ചെയ്യുക? DBയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക, 80 ആണോ കിട്ടുന്നത് എന്നുള്ളത്. അതിനെ DBയിലേക്ക് കൺവേർട്ട് ചെയ്യുക. 20 log ADM ബൈ ACM ആണ് CMRR എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഇടും? 10,000 അല്ലേ? ഇപ്പോൾ 20 ഇൻറ്റു ലോഗ് 10,000 എന്ന് പറയുന്നത് 4 ആണ്, ഈക്വൽ ടു 80 dB. അപ്പോൾ 80 dBയും കറക്റ്റ് ആൻസർ ആണ്, 10,000ഉം കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഓപ്ഷൻ എ 1225 ആണ്, ഓപ്ഷൻ ബി 10,000 ആണ്, ഓപ്ഷൻ സി 80 dB ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും റൈറ്റ് ആൻസർ ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ, ആൻസേഴ്സ് ബി ആൻഡ് സി, അതാണ് കറക്റ്റ് പറയുന്നത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, OPAMP was invented by option A Henry, option B Richard, option C Carl D, option D David. ഇതിൽ OPAMP ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് കാൾഡി ആണ്. കാൾ ഡി സെർസൽ എന്ന് പറയും, എങ്ങനെ വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം, സെർസൽ ജൂനിയർ.
ഇയാളാണ് നമ്മുടെ ഓപ്പാമ്പ് ഇൻവെൻറ്റ് ചെയ്തിട്ടില്ലേ. ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ഇയർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് 1967 ആണ് കേട്ടോ, മറക്കരുത്, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കാൾഡിയാണ് നമ്മുടെ ഓപ്പാമ്പ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പാമ്പ് ഈസ് എ ഓപ്ഷൻ എ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, ഓപ്ഷൻ ബി വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്, ഓപ്ഷൻ സി കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, ഓപ്ഷൻ ഡി കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ആക്ച്വലി ഓപ്പാമ്പ് നമ്മൾ ബേസിക്കലി പറയുമ്പോൾ വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ചില ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പാമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പാമ്പ് ജനറലി നമ്മൾ പറയാം വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? ആറാമത്തെ ക്വസ്റ്റ്യൻ, the output of a particular op-amp increases 8 volt in 12 microsecond. The slew rate is, slew rate കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ slew rate എന്ന് പറഞ്ഞാൽ the rate of change of output voltage caused by step input voltage, അതായത് ഡി വി ഔട്ട് ബൈ ഡി ടി ആണ്. ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? വി ഔട്ട് എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നത് 8 വോൾട്ട് പെർ എത്രയാ 12 മില്ലി സെക്കൻഡിലാണ്. അപ്പോൾ 8/12 നമ്മൾ 4നോട് കട്ട് ചെയ്യുന്ന സമയത്ത് 2/3 വരും അല്ലേ. അത് 0.666 എന്ന് പറഞ്ഞാൽ അങ്ങ് പോവും. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് 0.67 മൈക്രോ സെക്കൻഡ് എന്ന് കൊടുക്കാം. സോറി, വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. സ്ലീവ് റേറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. ഓപ്ഷൻ ഇല്ലേ നോക്കിക്കേ, ഓപ്ഷൻ ബി 0.67 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എൻ ഓപ്പാമ്പ് വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ദ ഔട്ട്പുട്ട് ഈസ് ഞാൻ ചോദിച്ചിട്ടില്ല. ഓപ്ഷൻ എ ഈക്വൽ ടു ദി ഇൻപുട്ട്, ഓപ്ഷൻ ബി ഇൻക്രീസ്ഡ്, ഓപ്ഷൻ സി ഫെഡ് ബാക്ക് ടു ദി ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, ഓപ്ഷൻ ഡി ഫെഡ് ബാക്ക് ടു ദി നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. ഓക്കെ, നമ്മൾ ഓപ്പാമ്പിനെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുത്താലും ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിലും ഇനി നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിട്ട് ഇവിടെ ഇൻപുട്ട് കൊടുത്താലും ഫീഡ്ബാക്ക് എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു ദി ഇൻപുട്ട്, ഇൻപുട്ടിന് ഈക്വൽ ആവോ ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്? അല്ല, നമ്മൾ ഔട്ട്പുട്ട് നിന്ന് എടുക്കുന്നതല്ലേ ഫീഡ്ബാക്ക്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി ഇൻക്രീസ്ഡ്, ഫീഡ്ബാക്ക് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യോ? ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ ആണ് നമുക്ക് എങ്ങോട്ട് വരുന്നത്, ഇൻപുട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതുമല്ല. ഓപ്ഷൻ സി ഫെഡ് ബാക്ക് ടു ദി ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. നോക്കിക്കേ, നമ്മൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിലും നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഫീഡ്ബാക്ക് റെസിസ്റ്റർ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി എന്താ പറഞ്ഞിട്ടുള്ളത്? ഫെഡ് ബാക്ക് ടു ദി നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്കാണോ വന്നിട്ടുള്ളത്? അല്ല. അപ്പോൾ ഓപ്ഷൻ സി ഫെഡ് ബാക്ക് ടു ദി ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആണ് റൈറ്റ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എ സർട്ടൻ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഹാസ് Ri of 1 kilo ohm and Rf of 100 kilo ohm. The closed loop voltage gain is. ഇപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. എന്താ ഗെയിൻ്റെ ഇക്വേഷൻ? എ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ബൈ ആർ ഐ, ആർ ഇൻ ആണ് അല്ലേ, ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 100 കിലോ ഓം തന്നിട്ടുണ്ട്. ആർ ഐ 1 കിലോ ഓം ആണ് തന്നിട്ടുണ്ട്. സോ 100/1 എന്ന് പറയുന്നത് 100 ആണ്. 101 ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി 101 ആണ് റൈറ്റ് ആൻസർ. അവിടെ നോക്കിക്കേ, ഓപ്ഷൻ ഡി 100 തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് അല്ല എന്ന് ഉദ്ദേശിച്ചിട്ട് ഇൻവേർട്ടിംഗ് ആണ് നമ്മൾ മനസ്സിലേക്ക് വന്നെങ്കിൽ നമ്മൾ ആർ എഫ് ബൈ അല്ലേ മൈനസ് ആർ എഫ് ബൈ ആർ ഐ എ നമ്മൾ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് 100 എന്നുള്ള ഓപ്ഷൻ അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം, ഇൻവേർട്ടിംഗ് ആണോ നോൺ ഇൻവേർട്ടിംഗ് ആണോ എന്നുള്ളത്. ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ആണ് തന്നിട്ടുള്ളത്. സോ ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ബൈ ആർ എൻ എ. ഓക്കെ, അപ്പോൾ 101 നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, എ വോൾട്ടേജ് ഫോളോവർ ഡാഷ്. ഓപ്ഷൻ എ ഹാസ് എ വോൾട്ടേജ് ഗെയിൻ ഓഫ് 1, ഓപ്ഷൻ ബി ഈസ് നോൺ ഇൻവേർട്ടിംഗ്, ഓപ്ഷൻ സി ഹാസ് നോ ഫീഡ്ബാക്ക് റെസിസ്റ്റർ, ഓപ്ഷൻ ഡി ഹാസ് ഓൾ ഓഫ് ദിസ്. നമ്മൾ എന്താ വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആർ എഫ് എന്ന് പറയുന്നത് 0യും ആർ ഐ എന്ന് പറയുന്നത് ഓപ്പൺ ആക്കുക, അതായത് ഇൻഫിനിറ്റിയോ ആക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. ആർ എഫ് ഈക്വൽ ടു 0യും ആർ ഇന്നിനെ നമ്മൾ എന്താക്കുക, ഇൻഫിനിറ്റിയോ ആക്കുക, ഓപ്പൺ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വോൾട്ടേജ് ഫോളോവർ എന്ന് പറയാം. എങ്ങനെ വോൾട്ടേജ് ഫോളോവറിൻ്റെ ഗെയിൻ ഇനി കണ്ടുപിടിക്കുക? എ ഈക്വൽ ടു നോൺ ഇൻവേർട്ടിംഗ് ആണ് 1 പ്ലസ് ആർ എഫ് ബൈ ആർ ഇൻ
ഇപ്പോൾ 0/∞ എന്ന് പറയുമ്പോൾ =0 തന്നെയാണ്. അപ്പോൾ A = 1 കിട്ടി. അപ്പോൾ ഗെയിൻ എന്താണ്? 1 ആണ്. ഓപ്ഷൻ എ അതല്ലേ പറഞ്ഞത്, ഹാസ് എ വോൾട്ടേജ് ഗെയിൻ ഓഫ് 1. അപ്പോൾ വോൾട്ടേജ് ഫോളോവറിന് ഗെയിൻ 1 ആണ്. ദെൻ ഓപ്ഷൻ ബി ഈസ് നോൺ ഇൻവേർട്ടിംഗ് ആണ്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ നോൺ ഇൻവേർട്ടിംഗും ആണ്. ഓപ്ഷൻ സി ഹാസ് നോ ഫീഡ്ബാക്ക് റെസിസ്റ്റർ. കറക്റ്റ് അല്ലേ? ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ഈക്വൽ ദ ഡാഷ്. ഓപ്ഷൻ എ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ബേസ് കറണ്ട്. ഓപ്ഷൻ ബി ആവറേജ് ഓഫ് 2 ബേസ് കറണ്ട്. ഓപ്ഷൻ സി കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് ഗെയിൻ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഓപ്പാമ്പിലേക്ക് പോകുന്ന കറണ്ട് IB മൈനസ് നോൺ ഇൻവേർട്ടിങ്ങിലേക്കും IB പ്ലസ് എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ആണെങ്കിൽ IB മൈനസ് എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കും IB പ്ലസ് എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണെന്നുണ്ടെങ്കിൽ IOS എന്ന് പറയുന്നത് മൈനസ് IB ആയിരിക്കും. അതായത് രണ്ട് കറണ്ടും ബേസിലേക്ക് വരുന്ന രണ്ട് കറണ്ടിനും ഡിഫറൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത് IB പ്ലസിൻ്റെയും IB മൈനസിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. അവിടെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് പറഞ്ഞതുകൊണ്ട് ഇനി ഇൻപുട്ട് ബയാസ് കറണ്ട് ആണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആണ്. രണ്ടും കൂടെ കൂട്ടിയിട്ട് രണ്ടും കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. അപ്പോൾ ഏതാണ് ചോദിച്ചത് നോക്കുക. രണ്ട് കറണ്ട് ആണുള്ളത്. ഒന്ന് ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ടും ഒന്ന് ഇൻപുട്ട് ബയാസ് കറണ്ടും. ബയാസ് ആണെന്നുണ്ടെങ്കിൽ ആവറേജ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഓപ്ഷൻ എ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ബേസ് കറണ്ട്സ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പ്-ആംപ് ഈസ് അവൈലബിൾ ഇൻ ദ പാക്കേജസ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ഡിപ്പ്. ഓപ്ഷൻ ബി ടോപ്പ് 5 കേസ്. ഓപ്ഷൻ സി ഫ്ലാറ്റ് പാക്ക്. ഓപ്ഷൻ ഡി ഓൾ ആർ കറക്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും ഡിപ്പ് പാക്കേജിലുള്ള ഡുവൽ ഇൻലൈൻ പാക്കേജിലുള്ള IC-കൾ നമുക്ക് ലഭ്യമാണ് ഓപ്പാമ്പിൻ്റെത്. ടോപ്പ് 5 മെറ്റൽ ക്യാനിൻ്റെതും അവൈലബിൾ ആണ്. ഫ്ലാറ്റ് പാക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ആർ കറക്റ്റ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ CMRR ഓഫ് എൻ ഐഡിയൽ ഓപ്പാമ്പ് ഈസ്. ഐഡിയൽ ഓപ്പാമ്പിൻ്റെ CMRR എന്താണെന്നുള്ളതാണ്. എന്താണ് CMRRൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? CMRR = ADM by ACM, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ. ഐഡിയൽ കേസിൽ കോമൺ മോഡ് ഗെയിൻ, അതായത് രണ്ട് ഇൻപുട്ടിലേക്ക് കോമൺ ആയിട്ട് ഒരു സിഗ്നൽ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെയുള്ള ഗെയിൻ എന്താണ്? 0 ആണ്. ഇപ്പോൾ ADM by 0 വരും അല്ലേ. സംതിങ് ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഐഡിയൽ കേസിൽ CMRRൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ ഡി ഇൻഫിനിറ്റി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. 13ാമത്തെ ക്വസ്റ്റ്യൻ, a non-inverting closed loop op-amp circuit generally has a gain factor. Option A less than 1, option B greater than 1, option C of 0, option D equal to 1. Non-inverting amplifierന്റെ closed loop gain ആണ്. Non-inverting amplifierന്റെ closed loop gain ACL equal to എന്താണ്? 1 plus RF by Rin ആണ്. ഓക്കെ. അപ്പോൾ 1 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ഓരോ ഓപ്ഷനിലേക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ഒരിക്കലും ലെസ് ദാൻ 1 ആവില്ല, കാരണം +1 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓപ്ഷൻ ബി ഗ്രേറ്റർ ദാൻ 1, അത് കറക്റ്റ് ആണ്. കാരണം 1 ഇവിടെ ഉള്ളതുകൊണ്ട് പ്ലസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ 1 ആയി മാറും. ഓപ്ഷൻ സി ഓഫ് 0, അത് റൈറ്റ് അല്ല. ഓപ്ഷൻ ഡി ഈക്വൽ ടു 1, അതും കറക്റ്റ് അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ഗ്രേറ്റർ ദാൻ 1 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. 14ാമത്തെ ക്വസ്റ്റ്യൻ, determine the output voltage for this circuit with a sinusoidal input of 2.5 millivolt. ഫിഗർ നോക്കിയിട്ട് ഫിഗറിൽ ഏത് ആംപ്ലിഫയർ ആണ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാ? ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, ഫിഗറിൽ ഏതിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്? നെഗറ്റീവിലേക്കാണ്. അതായത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് ഈ ഓപ്പ്-ആമ്പ് വർക്ക് ചെയ്യുന്നത്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ACL ഈക്വൽ ടു എന്താണ്? -RF by Rin ആണ് അല്ലേ. ഇവിടെ RFൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? 200 കിലോ ഓം ബൈ RIൻ്റെ വാല്യൂ 4 കിലോ ഓം ആണ് തന്നിട്ടുള്ളത്. ടോട്ടൽ -50 എന്ന് കിട്ടും. നമ്മോട് ചോദിച്ചിട്ടുള്ളത് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ അല്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഗെയിന് നമുക്ക് ഗെയിൻ ഈക്വൽ ടു V out by V in എഴുതിക്കൂടെ അല്ലേ? ഇതൊന്നും നമുക്ക് V ഔട്ടിനെ കണ്ടുപിടിക്കാം. എങ്ങനെ ഇക്വേഷൻ എഴുതുക? V out ഈക്വൽ ടു A ഇൻറ്റു VI, ദാറ്റ് ഈസ് ഈക്വൽ ടു A -50 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. VI എത്രയാണുള്ളത്? 2.5 millivolt ആണുള്ളത്.
നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു -0.125 വോൾട്ട് കിട്ടും. ഓക്കെ, ആക്ച്വലി നമ്മൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിലെയും മൈനസിന് ചിലപ്പോൾ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയാറുണ്ട്. പക്ഷേ ഇവിടെ ഓപ്ഷനിൽ മൈനസ് എന്നുള്ള വാല്യൂ തന്നതുകൊണ്ട് ആ മൈനസ് ഇട്ടിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ -0.125 വോൾട്ട്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ. A certain op-amp has bias currents of 50 microampere and 49.3 microampere. The input offset current is. Input offset current എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ I1 - I2 അല്ലെ, രണ്ട് കറണ്ടിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറയുന്നത്. I1 എത്രയാണ് തന്നിട്ടുണ്ട്? 50 മൈക്രോ ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. I2 49.3 മൈക്രോ ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.7 × 10⁻⁻6 ആയിരിക്കും അല്ലേ. ഇതിന് നമുക്ക് മാറ്റി എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 700 നാനോ ആംപിയറിന് എഴുതിക്കൂടെ അല്ലേ? -9 വരും, അപ്പോൾ നാനോ ആംപിയർ എന്ന് ആക്കി എഴുതാം. അപ്പോൾ ഓപ്ഷൻ എ 700 നാനോ ആംപിയർ ആണ് റൈറ്റ് ആൻസർ. ആ നാനോ ആംപിയറിലേക്ക് മാറ്റാൻ കാരണം ഓപ്ഷനിൽ എന്തില്ല? 0.7 മൈക്രോ ആംപിയർ എന്നുള്ള വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് നാനോ ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കിക്കേ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഡിഫറൻസ് തന്നെയാണ്. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ, രണ്ടിൻ്റെയും ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ബയാസ് കറണ്ട് ആണ് അല്ലെ. ഇൻപുട്ട് ബയാസ് കറണ്ടിൻ്റെ ഇക്വേഷൻ ആണ് ആവറേജ് എന്ന് പറയുന്നത്, അതുമല്ല. അപ്പോൾ നിങ്ങൾ ഏതാണ് ചോദിച്ചെന്നുള്ളത് കറക്റ്റ് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആൻസർ തെറ്റും. അപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ആയതുകൊണ്ട് രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. 700 നാനോ ആംപിയർ ആൻസർ കിട്ടും. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ. എ certain inverting amplifier has a closed loop voltage gain of 25. The op-amp has a open loop voltage gain of 1 lakh. If op-amp with an open loop voltage gain of 2 lakh is substituted in the arrangement, the closed loop gain എന്താവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ അടുത്തൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ട്, അതിൻ്റെ ACL എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് 25 ആണ്. ആദ്യം നമ്മൾ കണക്ട് ചെയ്ത ഓപ്പാമ്പിൻ്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് 1 lakh ആണ്. ഓക്കെ, ഇതിന് പകരം ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അടുത്തൊരു ഓപ്പാമ്പ് വെക്കുകയാണ്. അതിൻ്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് 2 lakh ആണ്. എന്നാൽ ഈ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡബിൾ ആയിരുന്നാണ്, ഓപ്ഷൻ ബി ഡ്രോപ്സ് ടു 12.5, ഓപ്ഷൻ സി റിമൈൻസ് അറ്റ് 25, ഓപ്ഷൻ ഡി ഇൻക്രീസസ് സ്ലൈറ്റ്ലി. ഓക്കെ, അപ്പോൾ എന്താ നോക്കാം. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണല്ലോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കാണാനല്ല, ക്ലോസ്ഡ് ലൂപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇൻവേർട്ടിംഗ് ആണ് -RF/Rin. ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ലൂപ്പ് ഗെയിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടോ? എ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഓപ്പൺ ലൂപ്പ് ഗെയിനിനെ ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ഗെയിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ. ഓക്കെ, ഇനിയല്ല ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ നോക്കാം. ഓപ്പാമ്പിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പം ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് A/1 + ABT ആണ്. ഈ ഇക്വേഷനിൽ എന്ത് വരുന്നുണ്ട്? ഓപ്പൺ ലൂപ്പ് ഗെയിൻ വരുന്നുണ്ട് അല്ലേ. മുകളിലും ഉണ്ട് എ, താഴെയുണ്ട് എ. ഇപ്പോൾ രണ്ടും ഒരേ വാല്യൂ ഒരേപോലെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ACLന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ACL എപ്പോഴും എന്തുതന്നെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ഇൻഡിപെൻഡന്റ് ഓഫ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി റിമൈൻസ് അറ്റ് 25 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? 17ാമത്തെ ക്വസ്റ്റ്യൻ. The input bias current equals the dash. Option A difference between two base current, option B average of two base currents, option C collector current divided by current gain, option D none of this. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻപുട്ട് കറണ്ടും. ഇനി ഇൻപുട്ട് ബയാസ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ആവറേജ് ഓഫ് ബേസ് കറണ്ട്സും ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആവറേജ് ഓഫ് ടു ബേസ് കറണ്ട് ആണ് റൈറ്റ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ആൻ ഓപ്പാമ്പ് ഈസ് യൂഷ്വലി എ. ഓപ്പാമ്പിന് 4 സ്റ്റേജ് ആണുള്ളത്. ഒന്ന് ഇൻപുട്ട് സ്റ്റേജ്,
ഓപ്പാമ്പിന് ടോട്ടലി 4 സ്റ്റേജസ് ആണുള്ളത്. ഇൻപുട്ട് സ്റ്റേജ്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ്, ലെവൽ ഷിഫ്റ്റർ ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേജ്. അതിൽ ഇൻപുട്ട് സ്റ്റേജും ഇന്റർമീഡിയറ്റ് സ്റ്റേജും നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ബാലൻസ്ഡ് ഇൻപുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും അൺബാലൻസ്ഡ് ഇൻപുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ആൻ ഓപ്പ് ആംപ് ഈസ് യൂഷ്വലി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് റൈറ്റ് ആൻസർ. ഇനി നമ്മൾ ലെവൽ ഷിഫ്റ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? ലെവൽ ഷിഫ്റ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവർ ആണ്. അതേപോലെ ഔട്ട്പുട്ട് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പുഷ് പുൾ ആംപ്ലിഫയേഴ്സ് ആണ്. അപ്പോൾ ഇൻപുട്ട് സ്റ്റേജും ഇന്റർമീഡിയറ്റ് സ്റ്റേജും ആണ് ചോദിച്ചതെങ്കിൽ, ഓപ്പാമ്പിന്റെ ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതെന്താണ് ആൻസർ? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ. എ സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് ഗിവൻ ടു ആൻ ഓപ്പാമ്പ് ഇന്റഗ്രേറ്റർ. ദ ഔട്ട്പുട്ട് വിൽ ബി ഓപ്ഷൻ എ ramp, option B a sinusoidal wave, option C a rectangular wave, option D a triangular wave with DC bias. സ്റ്റെപ്പ് ഇൻപുട്ട് സിഗ്നൽ ആണ് ഇന്റഗ്രേറ്ററിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സ്ക്വയർ വേവ് ആണ് ഒരു ഇന്റഗ്രേറ്ററിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രയാങ്കുലർ വേവുകളാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് സ്ക്വയർ വേവിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കുലാർ വേവ് ആണ്. ഇനി നമ്മുടെ സ്റ്റെപ്പ് ഇൻപുട്ട് സിഗ്നൽ, അതായത് DC സിഗ്നൽ പോലെയാണ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് സിഗ്നലിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് റാമ്പ് സിഗ്നലാണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ വേവിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ട്രയാങ്കുലാർ വേവ് ആണെങ്കിൽ സ്റ്റെപ്പിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് റാമ്പ് ആണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ എ റാമ്പ് ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? 20ാമത്തെ ക്വസ്റ്റ്യൻ. The closed loop voltage gain of an inverting amplifier equal to option A the ratio of the input resistance to feedback resistance, option B the open loop voltage gain, option C the feedback resistance divided by the input resistance, option D the input resistance. Closed loop voltage gain of inverting amplifier ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് -RF/R-in ആണ്. ഓക്കെ, ഓപ്ഷൻ എ എന്താ പറഞ്ഞിട്ടുള്ളത്? റേഷ്യോ ഓഫ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ടു ദി ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ടു ദി ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ RI/RF ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതല്ല റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി നോക്കിക്കേ, ദ ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ACL ഈക്വൽ ടു A ആണോ? അല്ല, അതുമല്ല. ഓപ്ഷൻ സി നോക്കിക്കേ, ദ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF, ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI, അത് റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഡി ദ ഇൻപുട്ട് റെസിസ്റ്റൻസ്, അതുമല്ല. അപ്പോൾ ഓപ്ഷൻ സി ദ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദി ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ. If ground is applied to the positive terminal of an inverting op amp, the negative terminal will. നമ്മളൊരു op amp എടുത്തു. op ampലെ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക. അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ വോൾട്ടേജ് തന്നെയായിരിക്കും V0, ഇവിടെയുള്ള 0 വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെ എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയുക? വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലിലെടുത്തും അതേ വോൾട്ടേജ് തന്നെയാണ് ഉണ്ടാവുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ നോട്ട് നീഡ് എ ഇൻപുട്ട് റെസിസ്റ്റർ, അതല്ല. ഓപ്ഷൻ ബി വെർച്വൽ ഗ്രൗണ്ട്, അതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ. A differential amplifier is invariably used in the input stage of all op amps. This is done basically to provide the op amps with a very high. Option A CMRR, option B bandwidth, option C slew rate, option D open loop gain. നമ്മുടെ op ampൽ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ കണ്ടിട്ടുള്ള എന്താണ്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് സ്ലൂ റേറ്റ് ഹൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു op ampന്റെ സ്പീഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലേ? റേറ്റ് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഓരോ സെക്കൻഡിലും എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിൻ്റെ സ്പീഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് നമ്മൾ op ampൽ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? സ്ലൂ റേറ്റ് വെരി ഹൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി സ്ലൂ റേറ്റ് ആണ് റൈറ്റ് ആൻസർ. 23ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് 0 വോൾട്ട് ഓൺ ബോത്ത് ഇൻപുട്സ്
an op-amp ideally should have an output dash. Option A equal to the positive supply voltage. Option B equal to the negative supply voltage. Option C equal to 0. Option D equal to CMRR. നമ്മളൊരു op-amp എടുത്തു. op-ampലേക്ക് ഇൻവേർട്ടിങ്ങും നോൺ ഇൻവേർട്ടിങ്ങും ഒക്കെ വോൾട്ടേജ് നമ്മൾ എന്താ കൊടുക്കുന്നത്? 0 ആണ് കൊടുക്കുന്നത്. V1 V2 ഒക്കെ 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ഈക്വൽ ടു 0 ആണ് റൈറ്റ് ആൻസർ. രണ്ട് ഇൻപുട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ ഡിഫറൻസ് അല്ല ആംപ്ലിഫൈ ചെയ്യുന്നത്. രണ്ട് ഇൻപുട്ടും 0 ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സപ്ലൈ വോൾട്ടേജ് വരുമോ? ഇല്ല. പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജ് ആണ് ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത്, അത് വരില്ല. നെഗറ്റീവ് വോൾട്ടേജ് സപ്ലൈ ആണ് ഓപ്ഷൻ ബി, അത് വരില്ല. ഈക്വൽ ടു 0 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 24ാമത്തെ ക്വസ്റ്റ്യൻ. എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഹാസ് എ ഡിഫറൻഷ്യൽ ഗെയിൻ ഓഫ് 20,000 CMRR 80 dB. The common mode gain is given by. ഓക്കെ, അപ്പോൾ കോമൺ മോഡ് ഗെയിൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം CMRR എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ADM ഡിവൈഡഡ് ബൈ ACM ആണ്. ACM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. CMRR എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്ര തന്നത്? 80 dB എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ dBയിലാവുമ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? 20 log ADM ബൈ ACM എന്ന് കൊടുക്കണം അല്ലേ? എന്തുകൊണ്ടാണ് 20 log കൊടുക്കുന്നത്? dB ആയതുകൊണ്ട്, 80 dB എന്ന് തന്നതുകൊണ്ടാണ് 20 log ADM ബൈ ACM എന്ന് കൊടുക്കുന്നത്. ഈ 20 ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ 80 ബൈ 20 വരും അല്ലേ? അപ്പോൾ 4 വരും. 4 ഈക്വൽ ടു ലോഗ് ADM ബൈ ACM വരും. ഇനി ഈ ലോഗിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 10⁴ ആവും. 10⁴ ഈക്വൽ ടു ADM ബൈ ACM. നമുക്ക് ACM അല്ലേ കാണേണ്ടത്? സോ ACM ഈക്വൽ ടു ADM ബൈ 10⁴. ADM എത്രയാണ് തന്നിട്ടുണ്ട്? 20,000 ആണ് തന്നിട്ടുണ്ട്. ബൈ 10⁴ ഈക്വൽ ടു 2. ഓക്കെ, ഇപ്പോൾ ഓപ്ഷൻ എ 2 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? CMRR dB തന്നതുകൊണ്ടാണ് നമ്മൾ 20 log വെച്ചിട്ട് പോയിട്ടുള്ളത്. അല്ലാതെ കറക്റ്റ് വാല്യൂ ആണ് തന്നതെങ്കിൽ നേരെ ADM ബൈ ACM എന്ന് മാത്രം ചെയ്താൽ മതി. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ. For an op-amp having differential gain AV and common mode gain AC, the CMRR is given by. നമ്മൾ നേരത്തെ പറഞ്ഞു CMRR equal to common mode gain ADM by ACM ആണ് തന്നു. ഈ common mode gain എന്ന് പറഞ്ഞാൽ AVയും ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ AVയും കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ACയും ആണെങ്കിൽ CMRR എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? എന്താണ്? AV ബൈ AC ആണ്. ഓപ്ഷൻ ബി AV ബൈ AC ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ. The two input terminals of an op-amp are labeled as. Option A high and low. Option B positive and negative. Option C inverting and non-inverting. Option D differential and non-differential. നമ്മൾ op-ampനെ എങ്ങനെയാണ് വരയ്ക്കുക? നെഗറ്റീവ്, പോസിറ്റീവ്. This is output. Inverting, non-inverting. ഇതിൽ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന ഓപ്ഷനിലുണ്ട് അല്ലേ? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് നിങ്ങൾ എഴുതി വെക്കരുത്. കറക്റ്റ് എന്താണ്? ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആണ്. കൺഫ്യൂഷൻസ് ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ദ ടു ഇൻപുട്ട് ടെർമിനൽസ് ഓഫ് ആൻ op-amp ആർ ലാബിൾഡ് ആസ് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ്. ഓക്കെ, 27ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ട്രൂ for an op-amp? Option A low input impedance. Option B very high output impedance. Option C very high input impedance. Option D low open circuit voltage gain. നമ്മൾ op-ampനെ ബേസ് ചെയ്തുകൊണ്ട് ഐഡിയൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പ്രാക്ടിക്കൽ കേസിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അത് കറക്റ്റ് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ക്വസ്റ്റ്യൻസ് ഒരുപാട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് op-ampനെ ബേസ് ചെയ്തുകൊണ്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഐഡിയൽ op-ampന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇവിടെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. CMRR ഇൻഫിനിറ്റി ആണ്. സ്ലീവ് റേറ്റ് ഇൻഫിനിറ്റി ആണ്. ഇനി ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ 0 ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ്. വെൻ V1 ഈക്വൽ ടു V2 ഈക്വൽ ടു എന്താണ്? 0 ആവുന്ന സമയത്ത്. നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലോ ഇൻപുട്ട് ഇംപിഡൻസ്. ഇൻപുട്ട് ഇംപിഡൻസ് ലോ ആണോ? അല്ല, ഇൻഫിനിറ്റി ആണ്. ഓപ്ഷൻ ബി വെരി ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് 0 ആണ്, അതുമല്ല. ഓപ്ഷൻ സി വെരി ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്.
വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. കാരണം ഐഡിയൽ കേസിൽ നമ്മൾ ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ കേസിലേക്ക് പോകുമ്പോൾ ഇൻഫിനിറ്റി ഉള്ളത് ഹൈ വാല്യൂസ് ആവും, സീറോ ഉള്ളത് വെരി ലോ വാല്യൂസും ആവും. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി, വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ, ലോ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഗെയിൻ. ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ ലോ ആണോ? അല്ല, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 28ാമത്തെ ക്വസ്റ്റ്യൻ. If RF is the resistance connected in feedback path and R1 is the series resistance connected between inverting terminal and source of an op amp, then the voltage gain of op amp inverting amplifier എന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടില്ല നോക്കിക്കേ. RF എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസും R1 എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസും ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ഗെയിൻ ഈക്വൽ ടു -RF/R1. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഓപ്ഷൻ ബി -RF/R1 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? 29ാമത്തെ ക്വസ്റ്റ്യൻ. Op amp may be used as ഓപ്ഷൻ എ സമ്മിങ് ആംപ്ലിഫയർ, ഓപ്ഷൻ ബി വോൾട്ടേജ് കമ്പാരറ്റർ, ഓപ്ഷൻ സി ഡിഫറൻഷിയേറ്റർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. അപ്പോൾ ഓപ്പ് ആമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സമ്മിങ് ആംപ്ലിഫയർ ഉണ്ടാക്കാം അല്ലെ. ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ ഉണ്ട്, നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ ഉണ്ട്, വോൾട്ടേജ് കമ്പാരറ്റേഴ്സ് ഉണ്ട്, ഡിഫറൻഷിയേറ്റേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 30ാമത്തെ ക്വസ്റ്റ്യൻ. An ideal operational amplifier has. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ കണ്ടതാണ് അല്ലേ. ഓപ്പാമ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതാണ് ട്രൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്പാമ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതാണ് ട്രൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് താഴെ ഐഡിയൽ ആംപ്ലിഫയറിന് എന്താണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കിക്കേ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഓപ്പാമ്പ് an ideal operational amplifier has ഓപ്ഷൻ എ ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റ് ആണോ? അല്ല, സീറോ ആണ്. ഇനി ഓപ്ഷൻ ബി സീറോ ഇൻപുട്ട് ഇമ്പിഡൻസ്. ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്, അതും അല്ല. ഓപ്ഷൻ സി ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത്. അതെ, ബാൻഡ് വിഡ്ത്ത് എന്താണ്? ഇൻഫിനിറ്റ് ആണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. അല്ല, അപ്പോൾ ഓപ്ഷൻ സി ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റ് ആണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ എന്ന് പറയാം. അപ്പോൾ ഇത് പക്കാ പെർഫെക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. കാരണം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇൻഫിനിറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ് ആവും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, 31ാമത്തെ ക്വസ്റ്റ്യൻ. An op amp has zero gain for common mode input, then CMRR. കോമൺ മോഡ് ഇൻപുട്ടിൽ സീറോ ഗെയിൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ CMRR എന്തായിരിക്കും എന്ന് ചോദിച്ചത്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. CMRR ഈക്വൽ ടു ADM/ACM. എന്താ തന്നിട്ടുള്ളത്? സീറോ ഗെയിൻ കോമൺ മോഡാണ്, സീറോ ആണ്. ഇപ്പോൾ ADM/0 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇൻഫിനിറ്റ് ആണ് വരിക. സംതിങ് ഡിവൈഡഡ് ബൈ സീറോ പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, 32ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഓപ്പ് ആമ്പ് സർക്യൂട്ട് ഹാസ് സീറോ റെസിസ്റ്റൻസ് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത്? ഓപ്ഷൻ എ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഓപ്ഷൻ ബി സമ്മിങ് ആംപ്ലിഫയർ, ഓപ്ഷൻ സി സോഴ്സ് ഫോളോവർ, ഓപ്ഷൻ ഡി ഇൻ്റഗ്രേറ്റിംഗ് ആംപ്ലിഫയർ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ? ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയാം. പക്ഷെ അവിടെ എന്തുണ്ട്? ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് വേണം. ഇനി ഓപ്ഷൻ ബി സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഒന്നിലേറെ ഇൻപുട്ടുകൾ നമ്മൾ കൊടുക്കുക. അത് ഇൻവേർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കുക. നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഒന്നിലധികം ഇൻപുട്ട് കൊടുക്കും. അപ്പോഴും എന്ത് വേണം? ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് അവിടെ വേണം. സോഴ്സ് ഫോളോവർ. സോഴ്സ് ഫോളോവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് ഫോളോവറിൻ്റെ വേറൊരു പേരാണ് സോഴ്സ് ഫോളോവർ. സോഴ്സ് ഫോളോവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്? നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് സീറോ ആക്കുക, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആക്കുക, ഓപ്പൺ ചെയ്യുക. അതിനാണ് നമ്മൾ വോൾട്ടേജ് ഫോളോവർ അഥവാ സോഴ്സ് ഫോളോവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ടാവോ? ഇല്ല. ക്വസ്റ്റ്യൻ അത് തന്നെയല്ലേ ചോദിച്ചിട്ടുള്ളത്? Which of the following op amp circuit has zero resistance in the feedback? Feedback zero വരെ ആർക്കേ ഉള്ളൂ? വോൾട്ടേജ് ഫോളോവർ അഥവാ സോഴ്സ് ഫോളോവറിന്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 33ാമത്തെ ക്വസ്റ്റ്യൻ. The following IC can be used as operational amplifier. Option A IC741, option B IC555, option C IC7408, option D IC-LM35. ഇതിൽ ഏത് IC ആണ് നമ്മൾ ഓപ്പാമ്പിന് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓപ്ഷൻ എ IC741 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, CMRR എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ്. പക്ഷേ ഓപ്ഷനിൽ ഒരുപാട് റേഷ്യോകൾ കാണുന്ന സമയത്ത് ഏതായിരുന്നു എന്നുള്ള കൺഫ്യൂഷൻസ് വരും. അപ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കുക. CMRR എന്ന് പറഞ്ഞാൽ കോമൺ മോഡ്
റിജക്ഷൻ റേഷ്യോ, കോമൺ മോഡ് സിഗ്നൽസിനെ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ് റൈറ്റ് ആൻസർ. 35ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഗെയിൻ ഓഫ് എ നോൺ ഇൻവേർട്ടിംഗ് ഓപ്പാമ്പ് ഈസ് ഗിവൻ ആസ് AV ഈക്വൽ ടു. നോൺ ഇൻവേർട്ടിംഗ് ഓപ്പാമ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ, ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ACL ഈക്വൽ ടു, ഇൻവേർട്ടിംഗ് അല്ല നോൺ ഇൻവേർട്ടിംഗ് ആണ്. സോ 1 + RF/Rin ആണ്. ഓപ്ഷനില്ലേ നോക്കാം. ഓപ്ഷൻ ബി 1 + RF/Rin ഉണ്ട്. നോക്കിക്കേ, ഓപ്ഷൻ എ RF/Rin തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി -RF/Rin തന്നിട്ടുണ്ട്. മൈനസ് എപ്പോഴാണ് വരിക, ഇൻവേർട്ടിംഗ് ഓപ്പാമ്പ് ആവുന്ന സമയത്ത്. കൺഫ്യൂഷൻ ആവാതെ, നോൺ ഇൻവേർട്ടിംഗ് ആണ്. സോ 1 + RF/Rin ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പാമ്പ് വിച്ച് ഹാസ് ഗെയിൻ വാല്യൂ 1 ഈസ്. ഓപ്ഷൻ എ ആഡർ, ഓപ്ഷൻ ബി വോൾട്ടേജ് ഫോളോവർ, ഓപ്ഷൻ സി ഇന്റഗ്രേറ്റർ, ഓപ്ഷൻ ഡി ഡിഫറൻഷിയേറ്റർ. ഏതിനാണ് ഗെയിൻ വാല്യൂ 1 ഉള്ളത്? നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് അല്ലേ. വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുമ്പം നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിലെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF എന്ന് പറയുന്നത് 0യും നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയും ആക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. അപ്പോൾ A ഈക്വൽ ടു 1 + RF/Rin ആണ്. RF എന്ന് പറയുന്നത് നമ്മൾ എന്താക്കി മാറ്റി, 0 ആക്കി. R എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആക്കി. 0/∞ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഗെയിൻ 1. അപ്പോൾ ഗെയിൻ 1 ഉള്ള സർക്യൂട്ട് എന്ന് പറയുന്നത്, ഓപ്പാമ്പിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഫോളോവർ മാത്രമാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 37ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ഓപ്പാമ്പ് ആസ് സബ്ട്രാക്ടർ RF ഈക്വൽ ടു 4 kilo ohm, R1 ഈക്വൽ ടു 2 kilo ohm, V1 ഈക്വൽ ടു 0.5 volt ആൻഡ് V2 ഈക്വൽ ടു 3 volt, ദെൻ Vout ഈക്വൽ ടു. സബ്ട്രാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ, ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്ട്രാക്ടർ എന്ന് പറയാം. അതിൽ Vout ഈക്വൽ ടു RF/R1 ഇൻറ്റു V1 മൈനസ് V2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, RF എന്ന് പറയുന്നത് 4 എന്ന് തന്നിട്ടുണ്ട്, R1 എന്ന് പറയുന്നത് 2 ആണ് തന്നിട്ടുണ്ട്, V1 മൈനസ് V2 അതായത് 0.5 മൈനസ് 3 എത്ര കിട്ടും, 2 ഇൻറ്റു 3 0.5. നിങ്ങളിവിടെ മാഗ്നിറ്റ്യൂഡ് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 2.5 കിട്ടും അല്ലേ. സൈന് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. V1 മൈനസ് V2 അല്ലെങ്കിൽ V2 മൈനസ് V1 ആവാം. സോ ഈക്വൽ ടു 5 volt കിട്ടും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 volt ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 38ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് IOS ഓഫ് ഓപ്പാമ്പ് ഈസ് ഡാഷ്. ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ബേസ് കറണ്ട്സ് ആണ്. അപ്പോൾ ഇവിടെ പക്ഷേ തന്നിട്ടുള്ളത് IB1ഉം IB2ഉം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് IB1 മൈനസ് IB2 ആയിരിക്കും. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി IB1 മൈനസ് IB2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 39ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ഓപ്പാമ്പ് മസ്റ്റ് ബി ഡാഷ് ആസ് പോസിബിൾ. ഓപ്ഷൻ എ ലോ, ഓപ്ഷൻ ബി ഹൈ, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി മീഡിയം. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ഓപ്പാമ്പ് ആണ്. നമുക്കറിയാം നമ്മുടെ ഐഡിയൽ കേസിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് അഥവാ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ പ്രാക്ടിക്കൽ കേസിൽ എന്തായിരിക്കണം, ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ മാക്സിമം ഹൈ വാല്യൂസിലേക്ക് വരണം അല്ലേ. 0 ആണെങ്കിൽ ലോ വാല്യൂയിലേക്കാണ് വരേണ്ടത്. അപ്പോൾ മാക്സിമം ഹൈ ആണ് എന്ത് വരേണ്ടത്, ഇൻപുട്ട് റെസിസ്റ്റൻസ് വരേണ്ടത്. ഓപ്ഷനിലെ നോക്കിക്കേ, ഓപ്ഷൻ ബി ഹൈ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, 40ാമത്തെ ക്വസ്റ്റ്യൻ. IC 741 ഇസ് ഡാഷ് പിൻ IC. എത്ര പിന്നാണ് 741 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 6. അപ്പോൾ ഓപ്ഷൻ എ 8 പിൻ IC ആണ് പറയുന്നത്. 1 ഓഫ്സെറ്റ് നള്ള്, 2 ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതാണ് 741ൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. 1 ഓഫ്സെറ്റ് നള്ളാണ്, 2 എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ്, 3 നോൺ ഇൻവേർട്ടിംഗ്, 4 മൈനസ് VCC, 5 ഓഫ്സെറ്റ് നള്ളാണ്, 6 ഔട്ട്പുട്ടാണ്, 7 പ്ലസ് VCC ആണ്, ആൻഡ് 8 നോ കണക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ 8 പിൻ IC ആണ് നമ്മുടെ 741 എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 41ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ നോൺ ഇൻവേർട്ടിംഗ് ഓപ്പാമ്പ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഡാഷ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നോൺ ഇൻവേർട്ടിങ്ങിൻ്റെ ഗെയിൻ ACL ഈക്വൽ ടു 1 + RF/Rin ആണ് അല്ലേ. ഗെയിനെ നമുക്ക് മാറ്റി എഴുതാലോ, Vout/V എന്ന് എഴുതാലോ, ഈക്വൽ ടു 1 + RF/Rin
ആർ ഇൻ. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വി ഔട്ട് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ബൈ ആർ ഇൻ ഇൻറ്റു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവാം ഇൻറ്റു വി ഇൻ. ഓപ്ഷനിലില്ലേ നോക്കിക്കേ, ഓപ്ഷൻ സി 1 പ്ലസ് ആർ എഫ് ബൈ ആർ ഇൻ ഇൻറ്റു വി ഇൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. 42ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോട്ട് എക്സിബിറ്റഡ് ബൈ ആൻ ideal op-amp? Option A, infinite voltage gain. Option B, infinite bandwidth. Option C, infinite output resistance. Option D, infinite slew rate. നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? ഇതെന്താ ചോദിച്ചത്? വിച്ച് ഈസ് നോട്ട് എക്സിബിറ്റഡ് ബൈ ആൻ ഐഡിയൽ ഓപ്പാമ്പ് എന്ന. ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഇതിലേതാണ്? ഇൻഫിനിറ്റ് വോൾട്ടേജ് ഗെയിൻ ആണ്, അത് കറക്റ്റ് ആണ്. ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് ആണ്, അതും കറക്റ്റ് ആണ്. ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ല, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് പറയുന്നത് ഐഡിയൽ ഓപ്പാമ്പിന്റെ കേസിൽ 0 ആണ്. അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് സ്ലീവ് റേറ്റ് ആണ്, അതും റൈറ്റ് ആൻസർ ആണ്. അപ്പോൾ ഇതിൽ ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി ഇൻഫിനിറ്റ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. 43ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ആൻ ഐഡിയൽ ഓപ്പാമ്പ്. ഇറ്റ്സ് വൺ ഓഫ് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ് ആർ 2 വോൾട്ട് ആൻഡ് 12 വോൾട്ട്. ഗെയിന് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ ഓപ്പാമ്പിന് 2 ഇൻപുട്ട് ഉണ്ട്, അതിൽ ഒരു ഇൻപുട്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, മറ്റേ ഇൻപുട്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഔട്ട്പുട്ട് വോൾട്ടേജും തന്നിട്ടുണ്ട്, ഗെയിനും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഗെയിൻ എ ഈക്വൽ ടു എന്താണ്? വി ഔട്ട് ബൈ വി ഇൻ ആണ്. അതിൽ വി ഇൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? വി ഇൻ എന്ന് പറയുന്നത് 2 ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വി ഇൻ 1 ആക്കാം, നമുക്ക് വി ഇൻ 2 ആക്കാം. ഈക്വൽ ടു വി ഔട്ട് ബൈ എ. വി ഔട്ട് എത്രയാണ് തന്നിട്ടുണ്ട്? 12 വോൾട്ട് ബൈ എ എന്ന് പറയുന്നത് 3 ആണ് തന്നിട്ടുണ്ട്. സോ 4 നമുക്ക് കിട്ടും. അപ്പോൾ വി ഇൻ 1 മൈനസ് വി ഇൻ 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ വി ഇൻ 1 നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 2 മൈനസ് വി ഇൻ 2 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ വി ഇൻ 2 എത്രയായിരിക്കും? വി ഇൻ 2 ഈക്വൽ ടു 2 മൈനസ് 4 വരും, ഈക്വൽ ടു -2 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഇല്ലേ നോക്കിക്കേ, ഓപ്ഷൻ സി -2 ആണ് റൈറ്റ് ആൻസർ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം, മൈനസ് വാല്യൂ വരും. ഓക്കെ, -2 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. 44ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓപ്പാമ്പ് ക്യാൻ ആംപ്ലിഫൈ ഡാഷ്. Option A, AC signal only. Option B, DC signal only. Option C, both AC and DC. Option D, neither AC nor DC signal. ഓപ്പാമ്പിന് ഹൈ ഗെയിൻ ആണ്, അതുകൊണ്ട് ഡി സി സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ ഓപ്പാമ്പിന് കഴിയും. അപ്പോൾ ബോത്ത് AC ആൻഡ് DC ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ്. ഓക്കെ. 45ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പാമ്പ് ഹാസ് ഡാഷ് ഇൻപുട്ട്. എത്ര ഇൻപുട്ട് ഉണ്ടെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഓപ്പാമ്പ് എന്ന് പറയുന്നത്. സോ 2 ഇൻപുട്ട് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ എ സിംഗിൾ അല്ല, ഓപ്ഷൻ ബി സെയിം അതുമല്ല, ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ, ഓപ്ഷൻ ഡി 0. അപ്പോൾ ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പാമ്പ് പെർഫോംസ് ഡാഷ് ഓപ്പറേഷൻ. ഓപ്ഷൻ എ അരിത്മെറ്റിക്, ഓപ്ഷൻ ബി ആൽഫ ന്യൂമെറിക്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അരിത്മെറ്റിക് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പാമ്പ് ആംപ്ലിഫയേഴ്സ്, ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ അരിത്മെറ്റിക് ആണ് റൈറ്റ് ആൻസർ. 47ാമത്തെ ക്വസ്റ്റ്യൻ. സ്ലീവ് റേറ്റ് ഈസ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡാഷ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് എന്ത് മാറുന്നതാണ് സ്ലീവ് റേറ്റ് എന്നുള്ളതാണ്. നമുക്കറിയാം സ്ലീവ് റേറ്റ് ഡി വി ഔട്ട് ബൈ ഡി ടി ആണ്. വി ഔട്ട് ആണല്ലേ. അപ്പോൾ ഓപ്ഷനിൽ നോക്കിക്കേ, ഓപ്ഷൻ എ ഇൻപുട്ട് വോൾട്ടേജ്, ഓപ്ഷൻ ബി ഔട്ട്പുട്ട് വോൾട്ടേജ്, ഓപ്ഷൻ സി ഇൻപുട്ട് കറണ്ട്, ഓപ്ഷൻ ഡി ഔട്ട്പുട്ട് കറണ്ട്. ഏതാണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. 48ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഫോളോവിങ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇഫ് വി ഐ ഈക്വൽ ടു 4 വോൾട്ട്. ഫിഗറിൽ നോക്കിക്കേ, നമ്മൾ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഇല്ല, ദെൻ ഇൻപുട്ടിലും റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇതെന്താണ്? വോൾട്ടേജ് ഫോളോവർ ആണ്. വോൾട്ടേജ് ഫോളോവറിൻ്റെ ഗെയിൻ എന്താണ്? 1 ആണ് അല്ലേ? ഗെയിൻ 1 ആകുമ്പോൾ ഇൻപുട്ടിൽ 4 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്ത് തന്നെ കിട്ടും? 4 വോൾട്ട് തന്നെ കിട്ടും അല്ലേ? പോസിറ്റീവ് 4 വോൾട്ട് തന്നെ കിട്ടും. കാരണം വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ആർ എഫിന് 0 ആക്കുക, ആർ ഇന്നിനെ ഇൻഫിനിറ്റി ആക്കുകയാണ്. അപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ആണ്. അപ്പോൾ 4 വോൾട്ട് തന്നെ, പോസിറ്റീവ് 4 വോൾട്ട് തന്നെ കറക്റ്റ് കിട്ടും. സർക്യൂട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഫോളോവർ ആണ്, പ്ലസ് 4 വോൾട്ട് ഔട്ടിൽ കിട്ടും. ഓപ്ഷൻ നോക്കിക്കേ,
ഓപ്ഷൻ എ ദ ഓപ്പാമ്പ് ഈസ് എ കമ്പാരറ്റർ, അതല്ല, അപ്പം പിന്നെ അതിൻ്റെ ബാക്കിയിലേക്ക് പോകണ്ട. ഓപ്ഷൻ ബി ദ ഓപ്പാമ്പ് ഈസ് എ വോൾട്ടേജ് ഫോളോവർ, വോൾട്ടേജ് ഫോളോവർ ആണ്, ഔട്ട്പുട്ട് ഈസ് 4 വോൾട്ട് ആണ്. പക്ഷേ ഓപ്ഷൻ ഡി നോക്കിക്കേ, -4 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് വോൾട്ടേജ് ഫോളോവർ ആയിട്ട് യൂസ് ചെയ്യുക, അപ്പോൾ ഇൻവേർട്ട് ചെയ്യില്ല, +4 തന്നെയാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ്. ഓക്കെ, 50ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പാമ്പ് യൂസസ് ഡാഷ്. ഓപ്ഷൻ എ ഓൺലി പോസിറ്റീവ് സപ്ലൈ, ഓപ്ഷൻ ബി ഓൺലി നെഗറ്റീവ് സപ്ലൈ, ഓപ്ഷൻ സി ഡുവൽ സപ്ലൈ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. നമ്മളൊരു ഓപ്പാമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 7th പിന്നിലേക്ക് +VCC കൊടുക്കും, 4th പിന്നിലേക്ക് -V കൊടുക്കും അല്ലേ. അതായത് പോസിറ്റീവ് വോൾട്ടേജും വേണം നെഗറ്റീവ് വോൾട്ടേജും വേണം ആർക്ക്, നമ്മുടെ ഓപ്പാമ്പിന്. ഓപ്ഷൻ എ എന്താ പറഞ്ഞത്, ഓൺലി പോസിറ്റീവ് സപ്ലൈ. പോസിറ്റീവ് സപ്ലൈ മാത്രമായി കഴിഞ്ഞാൽ ഓപ്പാമ്പ് വർക്ക് ചെയ്യില്ല. ഇനി ഓപ്ഷൻ ബി ഓൺലി നെഗറ്റീവ് സപ്ലൈ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് മാത്രമാണെന്നുണ്ടെങ്കിലും ഓപ്പാമ്പ് വർക്ക് ചെയ്യില്ല. ഓപ്ഷൻ സി ഡുവൽ സപ്ലൈ, അതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഓപ്ഷൻ സി ഡുവൽ സപ്ലൈ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ.